ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു വെച്ചതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഇന്നലെ ഞങ്ങൾ ജയസൂര്യയുടെ ആട് 3 റിലീസായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ പോയത് നമ്മുടെ തിരുവനന്തപുരം ന്യൂ തിയേറ്റർ, തമ്പാനൂരുള്ള ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമുക്കാൽ പേർക്കും അറിയാവുന്ന തിയേറ്റർ തന്നെയാണ് ന്യൂ തിയേറ്റർ എന്ന് പറയുന്നത്. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ കുറച്ച് ഓപ്പോസിറ്റായിട്ടുള്ള തിയേറ്ററാണ്. അപ്പോൾ അവിടെ ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ആ ഫിലിം ഇന്നലെ കണ്ടു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മൂവിയുടെ റിവ്യൂ അല്ല ഇത്. ആധികാരികമായി മൂവിയെക്കുറിച്ച് സംസാരിക്കാനേ എനിക്കറിയില്ല. ബട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അതുപോലുള്ള ടെൻഷൻസൊക്കെ ആയിട്ട് ഈ മൂവി കാണാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഒരു 2-2.5 മണിക്കൂറോളം നിങ്ങൾക്ക് ഏകദേശം നന്നായി മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. അവരവർക്ക് കൊടുത്ത ഓരോ പാർട്ടുകളും വളരെ നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയ് ബാബുവിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം എന്നെപ്പോലെയുള്ള ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ ഇതിനകത്തുള്ള ലോജിക്കും കാര്യങ്ങളും ഒന്നും ഞാൻ നോക്കിയില്ല. നല്ല രീതിയിലുള്ള വേർബൽ കോമഡീസ് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചില ഭാഗത്തൊക്കെ നമ്മൾ കോമഡി വരും എന്ന് പ്രതീക്ഷിക്കാതെ അവരെന്തോ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന പോലെ പറഞ്ഞിട്ട് ലാസ്റ്റിലായിരിക്കും നോക്കുന്നത്, അയ്യോ ഇതൊരു കോമഡിയാണല്ലോ എന്നുള്ളത്. അതുപോലെയുള്ള വേർബൽ വാക്കുകൾ കൊണ്ടുള്ള കോമഡി ഇതിനകത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ ഉടനീളം ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം പോലും എനിക്ക് ലാഗടിക്കാതെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണിത്. പിന്നെ ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ടീം വർക്കാണ്. കുറച്ച് അധികം ആൾക്കാരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായി മാത്രമേ ഏതൊരു മൂവിയും പുറത്തിറക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പൊതുവേ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് അല്ലാതെയുള്ള സെൻറ്റിമെൻറ്റ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കുറേ കരയുന്ന പടങ്ങളും അങ്ങനെയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കോമഡി ധാരാളമുള്ള ചിരിക്കാൻ വകയുള്ള മൂവീസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫുൾ സീറ്റും റിസർവ്ഡ് ആയിരുന്നു. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ടിക്കറ്റ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇന്നലെ അത്രയേറെ തിരക്കുമായിരുന്നു. അങ്ങോട്ട് പോകുന്ന ഒരു ഷോർട്സ് ഞാനിതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷൈജു കുറുപ്പിൻ്റെ ഒരു എൻട്രി സീനുണ്ട്. അത് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ അത് മൂവിയിൽ കാണുമ്പോൾ ആർക്കായാലും പെട്ടെന്ന് ക്യാച്ച് ആവുന്ന ഒരു സീനായി തോന്നി എൻ്റെ ഒരു ലുക്കൗട്ടിൽ. അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യയുടെ എൻട്രി അതും അത്യുഗ്രൻ തന്നെയായിരുന്നു. കാണേണ്ട ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാൻ ഏറ്റവും മികവുറ്റ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആരെയും പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരവരുടെ ഭാഗം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ചിരിക്കാനാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ടൈം ട്രാവൽ സ്റ്റോറി ലൈനാണ് ഇതിൻ്റേത്. അതുകൊണ്ട് തന്നെ റിയാലിറ്റിയുമായി ഇതിന് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മൂവി കണ്ട് തന്നെ നിങ്ങൾ വിലയിരുത്തുക. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ ശ്രീ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അത്യുഗ്രൻ പെർഫോമൻസായി എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ മികവുറ്റ അഭിനയം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്ത് കേട്ടോ. നിങ്ങളിത് കണ്ടു നോക്കൂ. കാണുമ്പോൾ നിങ്ങൾക്കും അത് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇന്ദ്രൻസ് മാത്രമല്ല,
പിന്നെ മറ്റൊരു കഥാപാത്രത്തിനെ മറ്റൊരു കഥാപാത്രമായി മാറിയ ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന വിനായകൻ്റെ സീൻസൊക്കെ അത്യുഗ്രനാണ്. അതായത് അത് ഒരു കഥാപാത്രമാണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയേറെ മികവുറ്റ ഒരു അഭിനയമാണ് അദ്ദേഹവും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സോങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്കിഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും നമുക്കിതിനകത്ത് ശ്രദ്ധിക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയേറെ എന്താണ് പറയുന്നത്, സീൻ ബൈ സീൻ നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒരു നിമിഷം പോലും ഇതിനകത്ത് ചിരിക്കാതെ ഇരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും എന്താണ് ഇതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. ഞാൻ ആ 2-2.5 മണിക്കൂർ പോയത് പോലും അറിഞ്ഞില്ല. പല സീൻസിലും ഞാൻ തന്നെ കൈയടിച്ചു പോയി. ഞാൻ ഇതുവരെ ഒരു മൂവിക്കും അങ്ങനെ കൈയടിച്ചൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്കിത് അത്രയേറെ എൻജോയബിളായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഒരു ചരിത്രം, ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മൂവി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാലഘട്ടത്തിൻ്റെ കഥ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അതിൻ്റേതായ ഒരു കുറവ് തോന്നും. അപ്പോൾ നേരിട്ട് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ചിരിയിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ചിരിയിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. അത് നർമ്മത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിൽ ചിരിക്കുകയും പിന്നെ കുറച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ മുഴുവൻ മൂവിയും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ചെറിയ അറിവിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതല്ലാതെ ഒരു മൂവിയുടെ യഥാർത്ഥ റിവ്യൂ പറയുന്ന വേറെ നമ്മുടെ പ്രഗത്ഭരായ റിവ്യൂവേഴ്സൊക്കെ ഉണ്ട്. ഇതെൻ്റെ മാത്രം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓവറോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയാൻ പിന്നെ ഒരു ഇൻസ്പെക്ടറിൻ്റെ റോള് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഉടനീളം അതുപോലെ ധർമ്മജൻ്റെ ക്യാരക്ടർ, അതുപോലെ നെൽസൺ, കുറേ നോബി, ഇങ്ങനെയുള്ള ഒരുപാട് താരനിരകൾ തന്നെ ഈ മൂവിക്കകത്ത് ഉടനീളമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഇതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നമുക്ക് ഉടനെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ 2ാമത്തെ വ്ളോഗിൽ കൂടി അതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു. സീ യു അഗെയിൻ.